കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 325 ദൈവം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവാകുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും എന്ന് നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം ഇതിനെ വിശദീകരിക്കുന്നു. ആകാശവും ഭൂമിയും എന്ന വിശുദ്ധ ലിഖിത പ്രയോഗത്തിൻ്റെ അർത്ഥം അസ്തിത്വമുള്ള സകലവും സൃഷ്ടപ്രപഞ്ചം മുഴുവനും എന്നാകുന്നു. ആകാശത്തെയും ഭൂമിയെയും യോജിപ്പിക്കുകയും അവയെ തമ്മിൽ വ്യതിരിക്തമാക്കുകയും ചെയ്യുന്ന സൃഷ്ടികൾ തമ്മിലുള്ള ബന്ധത്തെയും ഇത് സൂചിപ്പിക്കുന്നു. മനുഷ്യർ വസിക്കുന്ന ലോകമാണ് ഭൂമി. ആകാശം അഥവാ ആകാശങ്ങൾ എന്ന സംജ്ഞയാകട്ടെ ആകാശവിധാനത്തെയും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിൻ്റെ വാസസ്ഥലത്തെയും ദ്യോതിപ്പിക്കുന്നു. അതിനാൽ യുഗാന്തി മഹത്വമായ സ്വർഗത്തെയും ആകാശം എന്ന പദം സൂചിപ്പിക്കുന്നു. കൂടാതെ സ്വർഗം ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്ന ആത്മീയ സൃഷ്ടികളുടെ മാലാഖമാരുടെ സ്ഥാനത്തെയും സൂചിപ്പിക്കുന്നു. നാലാം ലാറ്റൻ കൗൺസിൽ അതിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നു: ദൈവം സമയത്തിൻ്റെ ആരംഭത്തിൽ ശൂന്യതയിൽ നിന്ന് ഒരേ സമയത്ത് ആത്മീയവും ശാരീരികവുമായ രണ്ട് തരം ജീവികളെ, അതായത് മാലാഖമാരെയും ഭൗമിക ജീവികളെയും സൃഷ്ടിച്ചു. പിന്നീട് ആത്മാവും ശരീരവും ചേർന്ന മനുഷ്യനെയും നിർമ്മിച്ചു. മാലാഖമാർ എന്ന വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന അരൂപികളും അശരീരികളുമായ സൃഷ്ടികൾ ഉണ്ടെന്നത് വിശ്വാസത്തിലെ ഒരു സത്യമാണ്. ഇക്കാര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥ സാക്ഷ്യവും പാരമ്പര്യത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായവും ഒരേപോലെ വ്യക്തമാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു: മാലാഖ എന്നത് അവരുടെ പ്രകൃതിയല്ല, ധർമ്മത്തെയാണ് ധ്വനിപ്പിക്കുന്നത്. അവരുടെ പ്രകൃതിയുടെ നാമധേയം എന്താണെന്ന് ചോദിച്ചാൽ അത് അരൂപി ആണെന്ന് മറുപടി. അവരുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അവർ മാലാഖ ആണെന്ന് മറുപടി. അങ്ങനെ പ്രകൃതി പരിഗണിച്ചാൽ അരൂപികളും ധർമ്മം പരിഗണിച്ചാൽ മാലാഖമാരും ആണ് അവർ. മാലാഖമാർ അവരുടെ ഉണ്മയിൽ പൂർണ്ണമായും ദൈവത്തിൻ്റെ സേവകരും സന്ദേശവാഹകരുമാണ്. സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ മുഖം അവർ സദാ ദർശിക്കുന്നതിനാൽ അവിടുത്തെ ആജ്ഞയുടെ സ്വരം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണവർ. പൂർണ്ണമായും അശരീരികളായ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് മാലാഖമാർ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയുമുള്ളവരാണ്. വ്യക്തിത്വമുള്ളവരും അമർത്യരുമായ സൃഷ്ടികളാണ്. അവരുടെ മഹത്വത്തിൻ്റെ പ്രഭ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഗുണപൂർണതയിൽ അവർ ദൃശ്യമായ എല്ലാ സൃഷ്ടികളെയും അതിശയിപ്പിക്കുന്നവരാണ്. അവരുടെ മഹത്വത്തിൻ്റെ പ്രഭ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തുവാണ് മാലാഖമാരുടെ ലോകത്തിൻ്റെ കേന്ദ്രം. അവർ അവിടുത്തെ സന്ദേശവാഹകരാണ്. മനുഷ്യപുത്രൻ എല്ലാ മാലാഖമാരുടെയും അകമ്പടിയോടെ തൻ്റെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവർ അവിടുത്തേതാണ്. കാരണം അവർ സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയും അവന് വേണ്ടിയും ആകുന്നു. എന്തെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാം അവനിൽ സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാവട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവർ അവിടുത്തേതായിരിക്കാൻ മറ്റൊരു കാരണമുണ്ട്. അവിടുന്ന് അവരെ തൻ്റെ രക്ഷാപദ്ധതിയുടെ ദൗത്യവാഹകരാക്കി. രക്ഷയുടെ അവകാശികളായിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം. സൃഷ്ടി മുതൽ പരിത്രാണ ചരിത്രത്തിലുടനീളം മാലാഖമാരുടെ സാന്നിധ്യം നാം ദർശിക്കുന്നു. അവർ വിദൂരത്തു നിന്നോ സമീപത്തു നിന്നോ രക്ഷ വിളിച്ചറിയിക്കുകയും ദൈവിക പദ്ധതിയുടെ നിർവഹണത്തിനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അവർ ഭൗമിക പറുദീസായുടെ വാതിലടച്ചു, ലോത്തിനെ സംരക്ഷിച്ചു, ഹാഗാരിനെയും അവളുടെ കുട്ടിയെയും രക്ഷിച്ചു, അബ്രാഹത്തിൻ്റെ കരം പിൻവലിപ്പിച്ചു, തങ്ങളുടെ സേവനത്തിലൂടെ ജനങ്ങളെ നിയമം അറിയിച്ചു, ദൈവജനത്തെ നയിച്ചു, ജനനം, ദൈവിക വിളികൾ ഇവയെ സംബന്ധിച്ച അറിയിപ്പുകൾ നൽകി, പ്രവാചകന്മാരെ സഹായിച്ചു. ഇവ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം. അവസാനമായി ഗബ്രിയേൽ മാലാഖ യേശുവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ്റെയും യേശുവിൻ്റെ തന്നെയും ജനനം മുൻകൂട്ടി അറിയിച്ചു. മനുഷ്യാവതാരം മുതൽ സ്വർഗാരോഹണം വരെ അതിതീവ്ര വചനത്തിന് മാലാഖമാർ ആരാധനയും സേവനവും വഴി അകമ്പടി സേവിച്ചു. സ്വന്തം ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ദൈവം പ്രഖ്യാപിച്ചു: ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ജനനത്തിൽ അവർ ആലപിച്ച അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന കീർത്തനം സഭയുടെ സ്തോത്രങ്ങളിൽ അനവരതം മുഴങ്ങി കേൾക്കുന്നു. യേശുവിനെ അവിടുത്തെ ബാല്യകാലത്ത് അവർ സംരക്ഷിക്കുന്നു. മരുഭൂമിയിൽ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുന്നു.
ഗെത്സമേൻ തോട്ടത്തിൽ അവിടുത്തെ യാതനാവേളകളിൽ അവിടുത്തേക്ക് ശക്തി പകരുന്നു. ആ സന്ദർഭത്തിൽ ചരിത്രത്തിലെ ഇസ്രായേലിന്റെ കാര്യത്തിലെന്ന പോലെ അവിടത്തേക്ക് മാലാഖമാർ വഴി ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. ഇവയ്ക്ക് പുറമെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും സദ്വാർത്ത അറിയിക്കുന്നതിലൂടെ മാലാഖമാർ സുവിശേഷം പ്രഘോഷിക്കുന്നു. അവർ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവിടുത്തെ ആഗമനവേളയിൽ അവിടുത്തോടൊത്ത് സന്നിഹിതരായിരിക്കുകയും അവിടുത്തെ വിധി നടപ്പിലാക്കുന്നതിൽ പങ്കുവഹിക്കുകയും ചെയ്തു.